ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്നൊരു കട്ടോരി കട്ട് ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിൽ ആദ്യം കട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ചാർട്ട് പേപ്പർ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അത് കറക്റ്റ് മെഷർമെന്റ് ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെഷർമെന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അതിന്റെ ഷോൾഡർ ഞാൻ 5.25 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ബാക്കിലെ നെക്കിന്റെ ലെങ്ത് വരുന്നത് ഇത് ബാക്ക് പാർട്ടാണ്. ലെങ്ത് വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ ഞാനത് 5.25 എടുക്കുന്നത്. കുറവേ എടുക്കാൻ പാടുള്ളൂ. ആക്ച്വൽ ഷോൾഡർ ഒരിക്കലും എടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ ആം ഹോൾ ഞാൻ 6.5 ഇഞ്ചിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, ഇതിന്റെ 40 സൈസിന്. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ എന്നിട്ട് 2.5 ഇഞ്ച് ഷോൾഡർ സ്ട്രാപ്പിന് കൊടുത്തു കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് കഴിച്ച് ബാക്കി 3.25 ഇഞ്ചാണ് ഇതിന്റെ നെക്കിന്റെ വിഡ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം 40ന്റെ 4 ഭാഗം 10 ആണ്. അപ്പോൾ എൻ്റെ ചെസ്റ്റ് വിഡ്ത് 10 വരിക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടാം. എന്നിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ ഫുൾ ലെങ്ത് ഞാനിപ്പോൾ 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 14 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ലൈൻ ആണ് അത്. ഇപ്പോൾ ബാക്ക് പാർട്ടിന്റെ. അപ്പോൾ എനിക്ക് 8.75 വേസ്റ്റിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കണക്ട് ചെയ്ത് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് വരച്ച് 2 ഇഞ്ച് സീം അലവൻസ് ഞാൻ ഇതുപോലെ കൊടുത്തു കണ്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ നെക്കിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 9 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കണ്ടോ, വിഡ്ത് 3.25 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ക്വയർ ആക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതുപോലെ റൗണ്ട് പുറത്തേക്ക് കുറച്ചൊന്ന് തള്ളിയിട്ട് അങ്ങനെ വരച്ചു കൊടുത്തു. അതിനുശേഷം 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ടക്ക് ഇടാനായിട്ടാണ്. കണ്ടോ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം. ഒരു 4.5 ഇഞ്ച് ഹൈറ്റിൽ ഞാൻ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതേ ബാക്കിൽ ടക്ക് 1/2 ഇഞ്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും വെച്ച് ടക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1.25 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ ആം ഹോളിന്റെ കർവ് വരച്ചു കേട്ടോ. ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ബാക്ക് പാർട്ട് റെഡി ആയിട്ടോ. അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഇത് എടുത്തിട്ട് നമ്മൾ വേറൊരു ചാർട്ട് പേപ്പറിൽ വെച്ച് അതേപോലെ വരയ്ക്കുക. ബാക്ക് പാർട്ടിന്റെ അതേപോലെ ഫ്രണ്ട് പാർട്ട് വരച്ചു വെക്കുക. അപ്പോൾ അവിടുത്തെ നെക്കിന്റെ ലെങ്ത് വരുന്നത് ഞാൻ 7 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നെക്കിന്റെ 7 ഇഞ്ച് നമ്മളതൊരു ബോക്സ് ആക്കിയിട്ട് അവിടെ നല്ല റൗണ്ട് ഷേപ്പ് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഞാൻ ആം ഹോളിന്റെ ആ ഭാഗത്ത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കില്ലേ. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വരയ്ക്കുക. ആ 1 ഇഞ്ച് അവിടെ ഞാൻ എക്സ്ട്രാ വരച്ചാൽ അത് ബാക്ക് പാർട്ടിനുള്ളതാണ്. അത് വേണ്ട, നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് അത് ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് കളയാനുള്ളതാട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് റൗണ്ട് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഒരു ഇഞ്ച് നമ്മൾ മാറ്റിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. നമുക്ക് ഇതിലാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോണത്. മാറ്റിയിട്ടെടുക്കാം. അതിനുശേഷം ഒരു 3.5 ഇഞ്ചാണ് നമുക്ക് ആ ഒരു ബെൽറ്റിന്റെ പാർട്ട് ഉണ്ടാവില്ലേ, അതെടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 3 ഇഞ്ച് 2.25 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, സോറി. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് വരച്ചു കേട്ടോ. ഇതുപോലെ നമ്മൾ ആ ബെൽറ്റിന്റെ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ഞാനത് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിന്റെ സെന്റർ പോയിന്റ് കിട്ടണം. കണ്ടോ, അതിന്റെ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്നത് 9.25 കേട്ടോ. 9.25 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് നമുക്ക് ഇപ്പുറത്ത് നമ്മുടെ ആ ഒരു ഹുക്കിന്റെ ഭാഗത്ത് പോവും. അപ്പൊ ഞാൻ ഒരു 9 എനിക്ക് വേണ്ടത്. ഒരു 4 ഇഞ്ച് കൂടുതൽ ഇട്ടു. കണ്ടോ, അതുപോലെ ചെസ്റ്റ് ആ ഒരു പോയിന്റ്, അങ്ങനെ ആ പോയിന്റിൽ അതിന്റെ സെന്റർ പോയിന്റ് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ. സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തി നമുക്കവിടെ ടക്കിന് ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് നമ്മുടെ സെന്റർ പോയിന്റ്. കണ്ടോ, അപ്പൊ അതെങ്ങനെ എടുത്തത് മനസ്സിലായല്ലോ. അതിനുശേഷം ഒരു ആം ഹോളിന്റെ ശരിക്കുള്ള കോണിൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ 2 ഇഞ്ച് താഴേക്ക് 2 ഇഞ്ച് താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തുക. പിന്നെ ഈ ഫ്രണ്ട് പാർട്ടിന്റെ 1 ഇഞ്ച് മുകളിലോട്ട് വെച്ചത് ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പൊ നമുക്ക് 3 പോയിന്റ്സ് കിട്ടി. കണ്ടോ, അപ്പൊ ഓരോ പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടല്ലോ. അപ്പൊ അതേ താഴേക്ക് ഇതുപോലെ കണക്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു ഷേപ്പ് ആയി. കണ്ടോ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആ ഒരു ഭാഗം നെക്കിന്റെ പാർട്ടും ഇതും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നെക്കിന്റെ ഭാഗം നമ്മൾ അവിടെ നിന്ന് മാറ്റാം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പൊ ഇങ്ങനെ വരും. നമുക്ക് അതിന്റെ ബെൽറ്റിന്റെ ഭാഗം കിട്ടി. കണ്ടോ, ആ ഒരു ഭാഗം നമുക്ക് കിട്ടി. 3 പാർട്സ് ആയിട്ട് നമുക്ക് കിട്ടിട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു പാർട്ടില്ലേ ഈ കാണുന്ന വീഡിയോയിൽ, ആ പാർട്ടിന് അതല്ല നമുക്ക് എടുക്കേണ്ടത്. അതിനെ നമ്മൾ വലുതാക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് വേറൊരു ചാർട്ട് പേപ്പറിലേക്ക് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കുക. കറക്റ്റ് ആയിട്ടാണ് അതിന്റെ പോയിന്റ് വരച്ചെടുക്കുക. കണ്ടോ, ഇനി ഇത് കുറച്ചൊന്ന് വലുതാക്കാനുണ്ട് നമുക്ക്. അപ്പൊ ആ പോയിന്റുകൾ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ചും ഇപ്പുറത്തെ ഭാഗത്ത് 1 ഇഞ്ചും നമ്മൾ എക്സ്ട്രാ അടയാളപ്പെടുത്തണം. നമുക്കത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളത് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം ആ ഒരു ഭാഗത്ത് അതിന്റെ മുകളിൽ 1/2 ഇഞ്ച്, മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച്. കണ്ടോ, ആ 1/2 ഇഞ്ചും 1 ഇഞ്ചും കണക്ട് ചെയ്ത് വരയ്ക്കുക. വീഡിയോയിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാട്ടോ. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ പറയുന്നുണ്ട് ഞാൻ. 1/2 ഇഞ്ച് താഴേക്കും വരച്ച് 1 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം.
കണ്ടോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം കിട്ടി. നമ്മൾ അത് അതിന്റെ സെന്റർ പോയിന്റ് എടുക്കണം. കണ്ടോ? ഞാൻ എടുക്കുന്നുണ്ട് 7 ഇഞ്ചാണ് എനിക്ക് വരിക. അതിന്റെ സെന്റർ പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോണത് ട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു സെന്റർ പോയിന്റ് കിട്ടി. കണ്ടോ? അപ്പൊ ആ ഒരു പോയിന്റിന്ന് താഴത്തേക്ക് 1.5 ഇഞ്ച് നമ്മൾ വരയ്ക്കുക. കണ്ടോ? ഇതുപോലെ 1.5 ഇഞ്ച് വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് ഈ മൂലയിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കുക. അതുപോലെ ഈ അറ്റത്തുനിന്ന് ആ അറ്റത്തുനിന്നും ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഭാഗത്തുനിന്നും കണക്ഷൻ കൊടുത്ത് താഴേക്ക് നമുക്ക് അവിടെ ഒരു ടക്ക് ഇടാനുണ്ട് ട്ടോ. അത് ഇപ്പൊ ഞാൻ ഇടില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടാം. ഇനി ഇത് സ്ലീവാണ്, നോർമൽ സ്ലീവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ദാ ഇതുപോലെ നോർമൽ സ്ലീവ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് വരുന്നത് 8 ഇഞ്ചാണ് അതിന്റെ ലെങ്ത് വരുന്നത്. അതിനുശേഷം എനിക്ക് അതിന്റെ ആം ഹോൾ റൗണ്ട് വരുന്നത് എന്താ കണ്ടോ 16 ഇഞ്ചാണ്. അപ്പൊ ഞാൻ അതിന് 8 ഇഞ്ച് എടുത്തു, അതിന്റെ പകുതി കണ്ടോ 8 ഇഞ്ച് എടുത്തു. പിന്നെ ഇതാ ഇതുപോലെ 3.5 ഇഞ്ചാണ് ക്യാപ് ഹൈറ്റ്. ക്യാപ് ഹൈറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 12. അപ്പൊ എനിക്കൊരു 3.3 ഒക്കെയാണ് വരിക. അതാണ് നമ്മുടെ ക്യാപ് ഹൈറ്റ്. അങ്ങനെയാണ് അളക്കുക. അപ്പൊ അതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മൾ അവിടുന്ന് ചെറിയൊരു വര അതാണ്ട ലൈന് നമ്മൾ ചെരിച്ച് വരച്ചു കൊടുത്തു. അതിന്റെ സെന്റർ പോയിന്റ് എടുത്തു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അതിന്റെ സെന്റർ പോയിന്റ് എടുത്ത് കണ്ടോ, സെന്റർ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ബാക്ക് സ്ലീവിന്റെ വരച്ചു. അതിനുശേഷം ഉള്ളിലോട്ട് ഫ്രണ്ട് സ്ലീവും ഞാൻ വരച്ചെടുത്തു. കണ്ടോ, ദേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വരച്ചെടുത്താൽ മതി. ഞാൻ നോർമൽ സ്ലീവാണ് ഇതിൽ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് നമ്മൾ ബ്ലൗസിന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുക. അതിനുശേഷം 5.5 ഇഞ്ചാണ് സ്ലീവിന്റെ ലൂസ് എനിക്ക് കറക്റ്റ് ഫിറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. കണ്ടോ, അത് നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പൊ നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞു. ഇത് ബാക്ക് പാർട്ട് കണ്ടോ. അപ്പൊ ഇനി തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതുപോലെ അതിന്റെ ഫ്രണ്ട് പാർട്ടിന്റെ ഒരു ഭാഗം മനസ്സിലായല്ലോ. പിന്നെ അതുപോലെ ആ ഒരു നമ്മൾ എക്സ്ട്രാ വെട്ടിയെടുത്ത ഒരു ഇത് കണ്ടോ. അതിനുശേഷം ഇതൊക്കെയാണ് വരിക. ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് പോവാം കേട്ടോ. അടുത്തത്